തോട്ടക്കാട്ടുകര മണ്ഡലം 24, 25 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ 100ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം ഗാന്ധിയിലേക്ക് മടങ്ങൂ എന്ന ആശയം ഉൾക്കൊണ്ടാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉള്ളിൽ കാലുഷ്യങ്ങൾ നിറയുകയാണ്. നമ്മൾ ഓരോ ജാതിയിൽപ്പെട്ടവരായി മാറും, ഒരു മതത്തിൽപ്പെട്ടവരായി മാറും. ശ്രീനാരായണ ഗുരുവിനെ മഹാത്മജി സന്ദർശിച്ചപ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും സാരമെന്നാണ്. ഗാന്ധിജി ഇത് അംഗീകരിച്ചു. സർവമതസാരമേകം എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. എല്ലാ മതങ്ങളുടെയും സാരമെന്നാണ്. പിന്നെ നമ്മൾ എന്തിനു കലഹിക്കുന്നു? അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഈ രാജ്യത്ത് പ്രബലമായ 1-2 വിഭാഗങ്ങൾ. ഒന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു അധിഷ്ഠിത രാഷ്ട്രത്തിന് വേണ്ടി വാദിച്ചു. ഇന്ത്യയിൽ കുറച്ചു പേർ ഹിന്ദു മത തീവ്ര രാഷ്ട്രീയത്തിന് വേണ്ടി വാദിച്ചു. പക്ഷെ മഹാത്മജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പറഞ്ഞു ഇതൊരു മതനിരപേക്ഷ രാജ്യമായി. അൻവർ സാദത്ത് MLA മുതിർന്ന പൗരന്മാരെയും സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു. പ്രോത്സാഹിപ്പിക്കുകയും തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്ന് ലോകരാജ്യങ്ങൾ പോലും ഇന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ അവിടെ നമ്മൾ ഒറ്റക്കെട്ടായി പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കം ഇന്നലെ വർക്കിംഗ് കമ്മിറ്റി കൂടി ഈ രാജ്യത്തെ ഏത് തീരുമാനം ഗവൺമെന്റ് എടുത്തോ ആ തീരുമാനത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടിയുണ്ട് എന്ന് ഐക്യകണ്ഠേന വർക്കിംഗ് കമ്മിറ്റി കൂടെ നമ്മൾ പറഞ്ഞു. ഇന്ന് സർവകക്ഷി യോഗം ഉണ്ടായി. ആ സർവകക്ഷി യോഗത്തിലും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ ACC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയും ആ പിന്തുണ അറിയിപ്പിച്ചു. നമുക്ക് BJPയും കേന്ദ്ര ഗവൺമെന്റ് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പല കാര്യങ്ങളും നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ രാജ്യത്തിനെതിരെ ശത്രുക്കൾ മുന്നോട്ട് വന്നാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നത്, അതിനെ തിരിച്ചടിക്കുക എന്നത് ഓരോ ഭാരതീയന്റെയും ഓരോ കോൺഗ്രസ്സുകാരുടെയും കടമയാണ്, കർത്തവ്യമാണ്. കാരണം ഈ രാജ്യം ഭാരതീയന്റെ രാജ്യമാണ്, ഓരോ പൗരന്റെ രാജ്യം. 25ാം വാർഡ് പ്രസിഡന്റ് ജോയി അംബ്രോസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PA മുജീബ്, UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് പൂഴിത്തറ, തോപ്പിലബു, ബാബു കൊല്ലംപറമ്പിൽ, ലിസി അബ്രഹാം, MO ജെറാൾഡ്, KK മോഹനൻ, ബേബി വാത്യാട്ട്, PA ഹംസക്കോയ, അനിൽ സേവ്യർ, ഷെമ്മി സെബാസ്റ്റ്യൻ, ലിസ ജോൺസൺ, റജുല ഖാസിം, പോളി വിൽസൺ, ടിൻഡു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള നോട്ട് ബുക്കുകൾ ബാബു കൊല്ലംപറമ്പിൽ വിതരണം ചെയ്തു. പൗരന്യൂസ് ബ്യൂറോ, ആലുവ.